മതമൈത്രിക്കും സ്ത്രീ ശാക്തീകരണത്തിനുമായി ശ്രീ എം കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച പ്രത്യാശയുടെ പദയാത്രക്ക് ആലുവ UC കോളേജിലും ചെറിയത്ത് ക്ഷേത്ര പരിസരത്തും സ്വീകരണം നൽകി. മാനവ ഏകതാ മിഷന്റെ നേതൃത്വത്തിലാണ് പദയാത്ര. 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര 1.5 വർഷം കൊണ്ട് 6500 കിലോമീറ്റർ സഞ്ചരിക്കും. 10 ദശലക്ഷം ഭാരതീയർക്കും യാത്രയുടെ സന്ദേശം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആലുവയിലെത്തിയ ശ്രീ എം നയിക്കുന്ന പദയാത്രയ്ക്ക് ആലുവ UC കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി. തുടർന്ന് ചെറിയത്ത് തന്ത്രവിദ്യാപീഠത്തിൽ നൽകിയ സ്വീകരണത്തിൽ RSS പ്രാന്ത സംഘചാലക് TEB മേനോൻ, BJP സംസ്ഥാന സമിതി അംഗം AK നസീർ, KG ഹരിദാസ്, NK സദാശിവൻ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യാത്ര ഓരോ ദിവസവും 15 മുതൽ 20 കിലോമീറ്റർ ദൂരം പിന്നിടുന്നതും യാത്ര അവസാനിക്കുന്നിടത്ത് പ്രാദേശിക പ്രാർത്ഥനാ മന്ദിരങ്ങളിൽ ഒത്തുചേർന്ന വ്യത്യസ്ത മതവിശ്വാസങ്ങളെ പരസ്പരം മാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിൽ മുഴുകുന്നതും അർത്ഥവത്തായ സംവാദങ്ങൾ നടത്തുന്നതുമാണ്. മതമൈത്രിയുടെ പ്രഘോഷകനായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ പ്രത്യാശയുടെ പദയാത്ര 2016 ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ പര്യവസാനിക്കും. ഇന്ന് ചെറിയത്ത് തന്ത്രവിദ്യാപീഠത്തിൽ വിശ്രമിക്കുന്ന പദയാത്രാ സംഘം നാളെ കൊടുങ്ങല്ലൂരിൽ ഒത്തുചേരും. തിരുവനന്തപുരത്തെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ശ്രീ എം ആത്മീയതയുടെ വിവിധ പാന്താവുകളിൽ സഞ്ചരിച്ച സത്സംഗ് ഫൗണ്ടേഷന്റെ മാനവ് ഏകതാ മിഷന്റെയും സാരഥിയായി തികച്ചും ലളിത ജീവിതം നയിക്കുന്നു. ശിവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം അറിയിച്ച് പതിവ് പോലെ അക്ക തന്നെ ഇക്കുറിയും ആദ്യമെത്തി. പൊള്ളാച്ചി സ്വദേശിനിയായ അക്ക പൊരിക്കച്ചടവുമായി ആലുവയിലെത്താൻ തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടോളമായി. ശിവരാത്രിക്കും 1 മാസം മുമ്പേ എത്താറുള്ള അക്ക ഇക്കുറി ഇത്തിരി വൈകിയാണ് എത്തിയത്. എന്നിട്ടും അക്കയെ പിന്നിലാക്കുവാൻ ആളുണ്ടായില്ല. ബാങ്ക് കവലയിൽ കോൺഗ്രസ് ഓഫീസിന് മുൻവശത്താണ് പതിവ് പോലെ ഇക്കുറിയും അക്കയുടെ പൊരിക്കട ഇടം പിടിച്ചിട്ടുള്ളത്. ഫോർട്ട് കൊച്ചിക്കാരനായ തമിഴ്നാട് സ്വദേശി പരേതനായ സുന്ദരത്തിന്റെ ഭാര്യ സരോജിനി എന്ന അക്ക ആലുവക്കാർക്കെല്ലാം സുപരിചിതയാണ്. ബാങ്ക് കവലയിൽ അക്കയുടെ പൊരിക്കട എത്തുമ്പോഴാണ് ആലുവക്കാർ പലരും ശിവരാത്രി ആഘോഷം പടിവാതിക്കൽ എത്തിയത് ഓർക്കുക. 3 വർഷം മുമ്പ് അക്കയുടെ പൊരിക്കട പോലീസ് പൊളിപ്പിക്കുവാൻ നടത്തിയ നീക്കം ഏറെ വിവാദമായിരുന്നു. മുൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ പോലീസ് ജീപ്പ് തടഞ്ഞാണ് പോലീസിന്റെ നീക്കം പിൻവലിപ്പിച്ചത്. അക്കയ്ക്ക് ആലുവക്കാരുമായുള്ള അടുപ്പം അതോടെ പോലീസിനും വ്യക്തമായി. സുന്ദരവുമായുള്ള വിവാഹശേഷമാണ് അക്ക പൊരിക്കച്ചവടത്തിന് പോയി തുടങ്ങിയത്. 4 വർഷം മുമ്പ് സുന്ദരം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതോടെ കച്ചവടം അക്ക സ്വയം ഏറ്റെടുത്തു. ആലുവ ശിവരാത്രി ആഘോഷത്തിന് പുറമെ പള്ളുരുത്തി വെളി ക്ഷേത്രത്തിലും ആലപ്പുഴ ക്ഷേത്രത്തിലുമാണ് ഇപ്പോഴും മുടങ്ങാതെ അക്കയും സംഘവും കച്ചവടത്തിനെത്തുന്നത്. ഇവിടെ ഉത്സവപ്പറമ്പിൽ കച്ചവടം ആരംഭിക്കുമ്പോഴും സുന്ദരത്തിന്റെ ചിത്രത്തിന് മുമ്പിൽ ചന്ദനത്തിരി തെളിയിച്ച് ശിരസ് നമിച്ച ശേഷമേ അക്ക കച്ചവടത്തിലേക്ക് തിരിയൂ. കച്ചവടം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാനും ഭർത്താവും കൂടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഭർത്താവ് മരിച്ചിട്ട് 4 കൊല്ലമായി. ഇപ്പോൾ ഞാൻ തന്നെ തുടർച്ചയായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ എന്നെ എല്ലാവരും ആലുവയിൽ എല്ലാവരും എന്നെ ഒരു ഇഷ്ടമായിട്ട് കരുതുന്ന സ്ഥലമാണിത്. എന്നെ എല്ലാവരും വേണ്ടപ്പോൾ അക്ക വന്നില്ലെന്ന് എല്ലാവരും വിചാരിക്കും. അതുമാതിരി എല്ലാ ദിവസവും പോക്കോടെ എല്ലാം നന്നായിട്ട് തന്നെ കൊടുക്കുന്നതാണ്. നല്ല ഇതായിട്ട് കഷ്ടപ്പെടുന്നതാണ്. 40 കൊല്ലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേരാനല്ലൂർ ചിറ്റൂരിൽ അപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ബസ്സിന് തീയിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച ബുധനാഴ്ച ചിറ്റൂർ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ബസ് കത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പണിമുടക്ക്. സുഹൃത്തിനൊപ്പം ബൈക്കിന് പിറകിൽ യാത്ര ചെയ്യുകയായിരുന്ന ചിറ്റൂർ വൈമേലിൽ ജോർജിന്റെ മകൻ ഫ്രൈജിയാണ് ബൈക്ക് ബ്രേക്ക് ചെയ്തതോടെ തെറിച്ച് റോഡിൽ വീണ് ബസ് കയറി മരിച്ചത്. സംഭവത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ചിറ്റൂർ ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഓടുന്ന പനക്കൽ ബസ്സിന് തീ കൊളുത്തുകയായിരുന്നു. പരിസരത്തെ ട്രാൻസ്ഫോമറിലേക്ക് തീ പടർന്നെങ്കിലും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതോടെ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും 123ാം പാത്രിയാർക്കിസുമായ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അപ്രോം ദ്വിതീയൻ പാത്രിയാർക്കിസ് ഭാവ വടക്കൻ പറവൂർ യാക്കോബായ സുറിയാനി പള്ളിയിൽ നടത്തിയ ശ്ലൈഹിക സന്ദർശനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിൽ കബറടക്കിയിട്ടുള്ള അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ഭാവയുടെ ഖബറിങ്കൽ ധൂപ അർപ്പണം നടത്തി. കാലം ചെയ്ത മോറാൻ മോർ ഇഗ്നാത്തിയോസ് ശൈവൂൻ ഭാവയുടെ ശ്ലൈഹിക കൽപ്പന പ്രകാരം 1665 മലങ്കരയിൽ എഴുന്നള്ളിയതിന്റെ 350ാം വാർഷികാഘോഷം സഭ അടിസ്ഥാനത്തിൽ പാത്രിയാർക്കീസ് ഭാവ, ശ്രേഷ്ഠ കാത്തോലിക്ക ഭാവ, മെത്രാപ്പോലിത്ത എന്നിവരുടെ സാന്നിധ്യത്തിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു.
തുടർന്ന് പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ നാമത്തിൽ പെരുമ്പടനയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വടക്കൻ പറവൂർ പള്ളി യുവജന പ്രസ്ഥാനമായ സെന്റ് ഗ്രിഗോറിയോസ് യൂത്ത് അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ബാവ നിർവഹിച്ചു. ആയിരങ്ങളാണ് പരിശുദ്ധ ബാവയെ ദർശിക്കാനായി പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നത്. ദേശീയപാത 17 വല്ലാർപാടം കണ്ടെയ്നർ റോഡും സംഗമിക്കുന്ന ചേരാനെല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നടു റോഡിൽ നിന്നും മണ്ണും മെറ്റൽ പൊടിയും നീക്കം ചെയ്തിട്ടില്ല. ഇത് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ ദിനം പ്രതി കടന്നുപോകുന്ന സിഗ്നൽ ജംഗ്ഷനിലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിച്ച മെറ്റീരിയലിന്റെ ബാക്കി വന്നവയാണ് അപകടക്കണി ഉയർത്തി റോഡിൽ കിടക്കുന്നത്. ഇവ നീക്കം ചെയ്യണമെന്ന് പ്രാദേശിക ഭരണകൂടത്തോടും കരാറുകാരോടും നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ആരും ഇതുവരെ ചെയ്തുകൊണ്ടിട്ടില്ല. അപകടങ്ങൾക്ക് വഴിയൊരുക്കുവാൻ അധികൃതർ ഒത്താശ ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലമായിട്ടും അധികൃതരുടെ നിസ്സംഗതയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. ചൂർണിക്കര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പള്ളിക്കേരിപ്പാടത്ത് ആരംഭിച്ച ഗ്രീൻ മാർക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ആരംഭിച്ച വിപണിയാണിത്. 15 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ പയർ, വെണ്ട, വഴുതനങ്ങ, വെള്ളരി, ചൂരയ്ക്ക, പീച്ചിൽ, കുമ്പളം, മത്തൻ തുടങ്ങിയവയാണ് വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. നാടൻ പച്ചക്കറി ആവശ്യമുള്ളവർക്ക് നേരിട്ട് തോട്ടത്തിലെത്തി അവർ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള പച്ചക്കറികൾ ചെടിയിൽ നിന്ന് കൺമുന്നിൽ വെച്ച് പറിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്നു. ഇതിലൂടെ ഉപഭോക്താവിന് ശുദ്ധമായ പച്ചക്കറി വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന അവസരം ലഭിക്കുന്നു. ഓരോ പച്ചക്കറികൾക്കും നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയ്ക്ക് തന്നെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. പച്ചക്കറികൾ കൂടാതെ നേന്ത്രൻ, വാഴക്കുലകളും ലഭിക്കും. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 12 മണി വരെയായിരിക്കും വിപണിയെന്ന് പള്ളിക്കേരിപ്പാടം വെജിറ്റബിൾ ക്ലസ്റ്റർ കൺവീനർ നിഷാദ് പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പുത്തനങ്ങാടി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിജി കുഞ്ഞുമോൻ, BV മായൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ രാജു കുംബ്ലാൻ, ദീപ ആന്റണി, കൃഷി ഓഫീസർ ജോൺ ചെറി എന്നിവർ പങ്കെടുത്തു. ഈ പഞ്ചായത്തിലുള്ള ഓരോ മുക്കിലും മൂലയിലുമുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഞാൻ വീടിന്റെ അകത്തേക്കൊന്നും ഇല്ല ഇപ്പോൾ കയറാറ്. ഒരു വീട്ടിൽ നിന്നാലും ഞാൻ വീടിന്റെ അകത്ത് കയറാറില്ല. അവിടെ ഇരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പോയി ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നല്ലൊരു സന്തോഷമുണ്ട്. പല സ്ഥലങ്ങളിലും, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഒരു ഉണർവുണ്ടാക്കാൻ സാധിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ, ഞങ്ങളുടെയൊക്കെ കാലാവധി കഴിയാറായി, പുതിയ കൃഷി ഓഫീസർ ഇപ്പോൾ ഇനിയും ദീർഘകാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൃഷി വകുപ്പ് ഈ സാമ്പത്തിക വർഷം 2014-15 സാമ്പത്തിക വർഷം നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളൊന്നാണ് പച്ചക്കറി കൃഷി വികസന പദ്ധതി. അതിൽ ഉൾപ്പെടുത്തി നമ്മുടെ ചൂർണിക്കര കൃഷിഭവന്റെ കീഴിൽ വരുന്ന ഏകദേശം 5 ഹെക്ടറോളം സ്ഥലത്ത്, പള്ളിക്കരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് 5 ഹെക്ടറോളം സ്ഥലത്ത് ഈ പ്രാവശ്യം നമ്മൾ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുക. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 19 കർഷകരെ ഉൾപ്പെടുത്തി 5 ഹെക്ടറിലാണ് ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം അത് 20 കർഷകരെ ഉൾപ്പെടുത്തി ഏകദേശം 15 ഏക്കറോളം, ഏകദേശം 3 ഏക്കറോളം 2 ഏക്കറോളം കൂടുതൽ ഏരിയ ഈ പ്രാവശ്യം കൃഷിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച ഗ്രീൻ മാർക്കറ്റ് എന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് ഉപഭോക്താവിന് നേരിട്ട് ഇവിടെ വന്ന് തോട്ടത്തിൽ വന്ന് അവരാവശ്യപ്പെടുന്ന പച്ചക്കറി അവരുടെ മുമ്പിലെത്തി പിന്നെ പറിച്ചു കൊടുക്കുകയും അതിന് മാർക്കറ്റിൽ എന്ത് വില കിട്ടുന്നു അത് ഉപഭോക്താവിന് ഈടാക്കുന്ന സിസ്റ്റം കഴിഞ്ഞ വർഷം നമ്മളിവിടെ നടപ്പാക്കിയ ഒരു തോട്ടമാണിത്. ദേശീയ ഗെയിംസിൽ നെടുമ്പാശ്ശേരി CL കൺവെൻഷൻ സെന്ററിൽ നടന്ന ഫെൻസിംഗിൽ കേരളത്തിന് 4 മെഡലുകൾ, 2 സ്വർണവും 2 വെങ്കലവും നേടിയാണ് ദേശീയ ഗെയിംസിന് ആദ്യമായി വേദിയാകുന്ന നെടുമ്പാശ്ശേരിയെ കേരള താരങ്ങൾ ധന്യമാക്കിയത്. വനിതകളുടെ സാബ്രയിൽ CA ഭവാനി ദേവിയും എപ്പിയിൽ VP ദിൽനയുമാണ് സ്വർണ്ണ പതക്കങ്ങൾ നേടിയത്. എപ്പിയിൽ ഷെഫിദ ചാലിൽ, പുരുഷന്മാരുടെ ഫോയിൽ ഇനത്തിൽ K ബിനീഷ് എന്നിവർ വെങ്കലവും നേടി. ദേശീയ ഗെയിംസ് മത്സരങ്ങൾക്ക് ആദ്യമായിട്ടാണ് നെടുമ്പാശ്ശേരി CL കൺവെൻഷൻ സെന്റർ വേദിയാവുന്നത്. ഫെൻസിംഗ് മത്സരത്തെപ്പറ്റി അധികമൊന്നും അറിയാത്തവരടക്കം നല്ലൊരു ആരാധക സദസ്സിന് മുന്നിലാണ് കേരള താരങ്ങൾ വാൾ ചുഴറ്റിയത്. നാട്ടിലെ വിജയത്തിനായി അലറിവിളിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാണികളുടെ ആവേശം കൂടിയായപ്പോൾ ഭവാനി ദേവിയും ദിൽനയും ആത്മവിശ്വാസം കൈവിടാതെ സ്വർണം വാൾ തലപ്പിൽ കോരിയെടുത്തു. സാബറെ ഫൈനലിൽ പഞ്ചാബിന്റെ
കോമൽപ്രീത് ശുക്ലക്കെതിരെ 15-6 ഭവാനി ദേവിയുടെ വിജയം. എതിരാളിയെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു ഭവാനി ദേവിയെങ്കിൽ പ്രതിരോധത്തിൽ ശ്രദ്ധയൂന്നി എതിരാളിയെ പിഴവ് മുതലെടുത്തും മർമ്മം നോക്കി കൊത്തിയുമാണ് 15-14 ദിൽന വിജയം കൊയ്തത്. അസമിന്റെ കവിത ദേവിയായിരുന്നു ദിൽനയുടെ ഫൈനലിലെ എതിരാളി. സെമി ഫൈനലിൽ കേരളത്തിന്റെ സ്റ്റെഫിതയെ 15-13 കീഴടക്കി ഫൈനലിലെത്തിയ കവിത മറ്റൊരു കേരള താരത്തിന്റെ വാൾത്തലപ്പിൽ മുട്ടുമടക്കി. പുരുഷന്മാരുടെ ഫോയിൽ മഹാരാഷ്ട്രയുടെ തോംബോ സിംഗിനോട് തോറ്റ കെ ബിഭീഷണ വെങ്കലം നേടാനേ ആയുള്ളൂ. കൂത്തുപറമ്പ് സ്വദേശിനിയാണ് ദിൽന. ചെന്നൈ സ്വദേശിനിയായ ഭവാനി ദേവി 5 വർഷമായി കേരളത്തെ പ്രതിനിധീകരിക്കുന്നു. സർവീസസിന്റെ വി വിനോദ് തോംബോ സാങ്ങിനെ തോൽപ്പിച്ച ഫോയിൽ സ്വർണം നേടി. പൊതുമരാമത്ത്, ജലസേചനം, ത്രിതല പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പണികൾ ചെയ്തതിന്റെ 2014 മുതലുള്ള കുടിശ്ശിക തുകയായ 3000 കോടി രൂപ ഉപാധികളില്ലാതെ സമയബന്ധിതമായി നൽകുക, ചെറുകിട ഇടത്തരം കരാറുകാർക്ക് ടാർ വിതരണം ചെയ്തിരുന്നത് പഴയതുപോലെ പുനഃസ്ഥാപിക്കുക, മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പരിപൂർണമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് DA അബ്ദുൽ മുത്തലീബ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോണി പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പുതിയ ഉത്തരവുകൾ ഇറക്കിയും ടാർ കരാറുകാർ തന്നെ മുൻകൂർ പണമടച്ച് വാങ്ങിക്കണമെന്നുള്ള ഉത്തരവും എന്നാൽ കൊടുത്തു തീർക്കുവാനുള്ള കുടിശ്ശിക നൽകാതെ കരാറുകാരെ കളിപ്പിക്കുന്ന സർക്കാരിന്റെ നടപടി തികച്ചും അപലപനീയമാണെന്ന് ഉദ്ഘാടകൻ പ്രസ്താവിച്ചു. സർക്കാർ ജോലികൾ ബഹിഷ്കരിക്കുന്ന ഉൾപ്പെടെയുള്ള ശക്തമായ സമര മാർഗങ്ങൾ ആവിഷ്കരിക്കുവാൻ നിർബന്ധിതരാകാതെ കരാറുകാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് അദ്ദേഹം അധികൃതരെ ഓർമ്മിപ്പിച്ചു. മധ്യമേഖലാ ചെയർമാൻ KA അബ്ദുള്ള, വിവിധ സബ് യൂണിറ്റ് ഭാരവാഹികളായ ജോയി ജോസഫ്, TA ജോസഫ്, MA ഹസൻ, TA അബ്ദുൽ കരീം, TN ദിലീപ് കുമാർ, തങ്കപ്പൻ, PG റോയ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോണി തോമസ് സ്വാഗതവും KA അബ്ദുൽ ഖാദർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. പുതിയ പണികൾ ഏറ്റെടുത്ത് നടത്തുവാനോ അല്ലെങ്കിൽ കാലാകാലങ്ങളായി തങ്ങൾ തുടർന്നു പോകുന്ന തങ്ങളുടെ കുലത്തൊഴിൽ കരാറ് പണി നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ കരാറുകാർ മുന്നോട്ട് പോകുന്നത്. 1-2 സമരങ്ങളിൽ എറണാകുളത്ത് ഞാനും പങ്കെടുത്തിട്ടുള്ളതാണ്. അന്നൊക്കെ സർക്കാരിന്റെ മുന്നിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായെങ്കിലും കഴിഞ്ഞ 14 മാസക്കാലമായി യാതൊരു വിധത്തിലുള്ള അനുകമ്പയുമില്ലാതെ കരാറുകാരുടെ കുടിശ്ശിക ഒരു പൈസ പോലും കൊടുക്കാതെ കേരളത്തിലെ കരാറുകാർ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ കരാറുകാരെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എവിടെ എടുത്തു പരിശോധിച്ചാലും വികസനം നിർബാധം തുടരുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ കോടാനകോടി രൂപ മുടക്കിയാണ് നാഷണൽ ഗെയിംസ് നടക്കുന്നത്. നാഷണൽ ഗെയിംസിന് മുടക്കുന്ന പണം കേരള സർക്കാരിൻ്റെതല്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൻ്റെതാണ് അതിന്റെ മുഴുവൻ തുകയും. പാചകവാതകത്തിന് സബ്സിഡി ലഭിക്കുന്നതിന് ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടുകൾ നൽകേണ്ട സമയം ഫെബ്രുവരി 15 അവസാനിക്കുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B രാമചന്ദ്രൻ അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത LPG ഉപഭോക്താക്കൾക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതിനുമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആധാർ ബന്ധിത ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടും 75% ഉപഭോക്താക്കൾ മാത്രമാണ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളത്. നിർദ്ദേശം പാലിക്കാത്തവർക്ക് സബ്സിഡി തുക നഷ്ടമാകും. സബ്സിഡി ആവശ്യമില്ലാത്ത ഉപഭോക്താക്കൾ ഫോറം 5 പൂരിപ്പിച്ച് ഗ്യാസ് ഏജൻസിയിൽ ഏൽപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടണമെന്ന് ADM അറിയിച്ചു.